ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഡോക്ടർ ICUവിൽ നിന്ന് വന്ന് ചന്ദ്രസേൻ സാറിന് വളരെ ഗുരുതരമാണെന്നും അതുപോലെ തന്നെ കഴിച്ചിട്ടുള്ള വിഷം അതെന്താണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും കിരൺ അത് കേട്ട് ആകെ തളർന്നു പോകുന്നുണ്ട്. അപ്പൊ കിരൺ പറയാണ്, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ആ തേനിൽ നിന്ന് ഇത്രയും കൊടും വിഷം എങ്ങനെയാണ് വന്നത് എന്ന് കല്യാണിയും ചോദിക്കുന്നുണ്ട്. ഈ കാട്ടുമൂപ്പനും ഈ വേലുവിനൊക്കെ നമ്മളോട് എന്തിനാ ഇത്ര വൈരാഗ്യം, അവരെന്തിനാ അതിൽ വിഷം ചേർത്തത് എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അവരൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, എന്തിനാ കിരണേട്ടാ അവർക്ക് നമ്മളോട് ദേഷ്യം എന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്താ സംഭവിച്ചത് കല്യാണി, അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ചേർത്തതായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അതേ കിരണേട്ടാ, ഞാൻ പലപ്പോഴായിട്ട് ആ ഗംഗപ്രസാദിന് സ്വപ്നം കാണാറില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിരണേട്ടൻ വേഗം തന്നെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞ് ആ തേനിനെ ആരോട് ഉപയോഗിക്കരുതെന്ന് വിളിച്ചു പറഞ്ഞെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോൺ എടുത്തിട്ട് രൂപയെ വിളിക്കുകയാണ്. അങ്ങനെ രൂപയാണെങ്കിൽ അവിടെ കരഞ്ഞ് തളർന്നങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബെല്ലടിക്കണ കാണുമ്പോൾ രൂപ ഷാരിയോട് പറയുന്നുണ്ട്, ആരാണെന്ന് നോക്കി എന്ന് പറയാണ്. അപ്പോൾ ഷാരി ഓടി വന്നിട്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കിരൺമോൻ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിരൺമോനാണ് എന്ന് പറയുമ്പോൾ വേഗം തന്നെ നമ്മുടെ രൂപ ആ ഫോൺ മേടിക്കുകയാണ്. എന്തായി മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, ആ തേൻ ഇനി ആരും ഉപയോഗിക്കരുത്, അതാരും ആർക്കും കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ അതിൽ കൊടും മാരക വിഷമാണ് അതിൽ ചേർന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട്, ആ ശരി മോനെ, അല്ല അച്ഛൻ എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ എന്ന് പറയാണ്. മോനെ സത്യം പറ, നീ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ എന്താ അച്ഛന് ശരിക്കും എന്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ICUവിലാണ് അമ്മേ, എന്തായാലും ഒരു തരി വിഷമല്ലേ സംഭവിച്ചപ്പം തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അമ്മേ, അമ്മ സമാധാനമായിട്ടിരിക്കും, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് വേഗം തന്നെ നമ്മുടെ കിരൺ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ രൂപ ആ ഒരു കാര്യം പറയുന്നുണ്ട്, തേനാർക്കും കൊടുക്കുകയും വേണ്ട, തേനാരും ഉപയോഗിക്കരുത്, അത് പറയാനാണ് മോൻ വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. സാറിന് എങ്ങനെയുണ്ട് എന്ന് ഷാരി ചോദിക്കുകയാണ്. അപ്പോൾ രൂപ പറയാണ്, എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേറെ ഒന്നും പറയില്ലല്ലോ, കുഴപ്പമില്ലെന്നാണ് മോൻ പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ യാമിനി രൂപയുടെ തൊട്ടരികിലായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു, ഇനിയിപ്പോൾ കാട്ടിൽ നിന്ന് പുറത്താരെങ്കിലും കാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കോ, അങ്ങനെയായിരിക്കോ ഈ വിഷം ഉള്ളിൽ ചെന്നത്, എന്തൊക്കെയായാലും എൻ്റെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇതിപ്പോൾ ചേർത്തവർ ഉദ്ദേശിച്ചിട്ടുള്ളത് കൂട്ടമരണം തന്നെയാണ്, അച്ഛൻ ആദ്യം ഉപയോഗിച്ചത് കൊണ്ടാണ് പിന്നെ ആരും ഉപയോഗിക്കാതിരുന്നത്, പക്ഷെ നാവിൽ തൊട്ടപാടെ തന്നെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞവരങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ ഈ ഒരു കാര്യം പോലീസിനെ അറിയിക്കണം, പോലീസിൽ അറിയിച്ചിട്ട് ആ വേലുവിനെ ചോദ്യം ചെയ്യട്ടെ, അപ്പോൾ അറിയാം എന്താ സംഭവിച്ചതെന്ന് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസുകാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിക്കട്ടെ എന്ന് കിരണക്കിനെ കല്യാണിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന രതീഷും അതുപോലെ ഹരി സാറും ബൈജുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോഴും ഈ എങ്ങനെയാണ് ഇത്രയും തേനിൽ ഇങ്ങനെ വിഷം ചേർന്നത് എന്ന് തന്നെയാണ് അവരും സംസാരിക്കുന്നത്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഒരിക്കലും അവരൊന്നും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരല്ല, വേലുവിൻ്റെ കയ്യിൽ നിന്ന് ഇതിനു മുമ്പും ഞാൻ തേൻ വാങ്ങിയിട്ടുള്ളല്ലോ, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെന്താ ഇതിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും സേനൻ സാറിൻ്റെ അവസ്ഥ ഇത്തിരി ഗുരുതരമാണ്, സേനൻ സാർ ജസ്റ്റ് ഒന്ന് വായിൽ തൊട്ടതേയുള്ളൂ, അത്രയും മാരക വിഷമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇതിൻ്റെ പുറകിൽ ആ കാട്ടിലുള്ളവർ തന്നെയായിരിക്കും, അല്ലാതെ മറ്റാർക്കാണ് നമ്മളോട് ശത്രുത, നമ്മളോട് എന്തിനാണ് അവർക്കൊക്കെ ശത്രുത എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, അന്ന് കരോളിൽ വന്നത് അത് ഗംഗപ്രസാദിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ആ സ്റ്റെഫിയുടെ ആൾക്കാരോ ആണ്, അത് ഉറപ്പിക്കാം. അവരാരെങ്കിലും ഇനി കാട്ടിൻ്റെ അകത്ത് ചെന്നിട്ട് തേനിൽ വിഷം ചേർത്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. അപ്പോൾ രതീഷിനോടായിട്ട് ഹരിസാറും അതുപോലെ ബൈജൊക്കെ പറയാണ്, എന്തായാലും രതീഷ് എന്തായാലും ആ വേലുവിനെ ഒന്ന് വിളിച്ച് വിവരം പറയും, അവനോട് എന്താണെന്ന് പറയണ അറിയാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശരി എന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് വേലുവിനെ വിളിക്കുകയാണ്. വേലുവാണെങ്കിൽ ഇതൊന്നും അറിയാതെ ആ കാട്ടിലൂടെ അങ്ങനെ ഓളത്തിൽ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സാറേ, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തിനാണ് വിളിക്കുന്നത്, നീ എന്തുട്ടാണ് ആ തേനിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ എന്ത് ചേർക്കാനാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് ചേർക്കാനാണെന്നോ, ആ വിഷം കഴിച്ചിട്ട് ആ കിരൺ സാറിൻ്റെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാടോ, ICUലാടാ ഗുരുതരമായിട്ട്, അതിലെന്ത് വിഷാടാ നിങ്ങൾ ചേർത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. സാർ എന്തൊക്കെയാണ് പറയുന്നത്, അത് തേൻ കഴിച്ചിട്ടൊന്നും ആവില്ല എന്ന് പറയുന്നുണ്ട്. തേൻ കഴിച്ചിട്ടാവില്ലെന്നോ, തേൻ കഴിച്ച ഉടനെ തന്നെയാണ് നാവിലൊന്ന് തൊട്ടതേ ഉള്ളൂ, അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്, പിന്നെ കഴിച്ചിട്ടില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് രതീഷ് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സാറേ ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കറിയില്ല അതെന്താ സംഭവിച്ചതെന്ന്. എന്തായാലും നീ കരുതിയിരുന്നോ, നിന്റെ അരികിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് നിന്നെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുകയാണ്. സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് സാറിന് എന്നെ ഇന്നലെ അറിയണതല്ലല്ലോ എന്ന് പറയുന്നു. നീ കൂടുതലായിട്ടൊന്നും സംസാരിക്കണ്ട എന്നും പറഞ്ഞിട്ട് രതീഷ് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രതീഷ് എന്നെ എന്നിട്ട് പറയാണ് അവരോടും, അവനൊന്നും അറിഞ്ഞിട്ടില്ല, അവനൊരു പാവാണ്, ഇത് ഞാൻ പറഞ്ഞില്ലേ, അവന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഈ കാട്ടിലുള്ളവരൊന്നും അങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യുന്നവരല്ല, അവരുടെ നിയമം അവർക്ക് പേടിയുള്ള കാര്യം തന്നെയാണ്, ഒരാൾക്ക് ഉപദ്രവമുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ആ ഗംഗപ്രസാദ് ആ കാടിനുള്ളിൽ ഉണ്ടായിരിക്കും എന്ന് ഹരിസാറ് ചോദിക്കും. ബൈജു പറയാണ്, ഒരിക്കലും ഉണ്ടാവില്ല, ഞാനും അന്ന് കിരൺ സാറൊക്കെ പോയിട്ട് ആ കാടിൻ്റെ മുക്കും മൂലയും മരിച്ചു പറക്കിയതല്ലേ, എന്നിട്ട് അവനെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു, എന്തായാലും നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അവർ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വേലു പേടിച്ചിട്ട് ഓടി വരികയാണ് മൂപ്പൻ്റെ വീട്ടിലേക്ക്. അപ്പം മൂപ്പത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓടി വന്നിട്ട് മൂപ്പൻ മാത്രമേ ഉള്ളൂ. അപ്പം മൂപ്പൻ്റെ അരികിലേക്ക് ഓടി വന്നിട്ട് വിവരം പറയുകയാണ്. മാമ എന്നും പറഞ്ഞ് ഓടി വരികയാണ്. അപ്പം എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. മാമ, നാട്ടിൽ നിന്ന് സാറ് വിളിച്ചായിരുന്നു, ഇവിടെ നിന്ന് തേൻ കൊണ്ടുപോയ സാറില്ലേ, അതിൻ്റെ അച്ഛൻ ആശുപത്രിയിലാണ്, തേനിൽ എന്തോ വിഷം ചേർന്നിട്ടുണ്ടായിരുന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്താടാ ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് മാമ ഇപ്പം തന്നെ എൻ്റെ സാറ് വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ മൂപ്പൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് തേനിൽ വിഷം ചേരുന്നത്, ഇവിടെ മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടി പല വിഷങ്ങളോട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി നീ എങ്ങനെ അതെടുത്ത് അത് ചേർത്തോടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അയ്യോ ഞാൻ എന്തിനാ മാമ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഒരിക്കലും ഞാനില്ല. അപ്പോൾ പറയാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, ഒരാളെ കൊല്ലാൻ വേണ്ടി ചെയ്യുകയെ, ഇതൊരിക്കലും മലദേവത നമ്മളോട് പൊറുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവനോട് വീണ്ടും വേലുവിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഈ വിനായകനെ ഒരാൾ പറയുന്നില്ല, ഒരാൾക്കൊരു സംശയവും തോന്നുന്നില്ല ആ സമയത്ത്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അമൽ അവിടേക്ക് വരികയാണ്. എന്താ അപ്പ കാര്യം എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അപ്പം പറയുകയാണ്, മോളെ ഇവിടേക്ക് തേൻ മേടിക്കാൻ വേണ്ടി കുറച്ച് സാറുമാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സാറ് എൻ്റെ അച്ഛൻ തേൻ കഴിച്ചിട്ട് ആശുപത്രിയിലാണ്, ഗുരുതരമാണെന്നാണ് ഇവൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ ബോധമില്ലാതെ എന്തൊക്കെയോ ചെയ്തിട്ടേ ഇവൻ്റെ ഇപ്പം മനസ്സ് ഇവിടെയൊന്നുമല്ല, അതുകൊണ്ട് ഇവൻ അതിൽ എന്തൊക്കെയോ ചേർത്തു എന്ന് വീണ്ടും മൂപ്പൻ വേലുവിനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പം അമൽ പറയണം, അത് ശരിയാണ്, ഇയാളുടെ മനസ്സിപ്പോൾ ഇവിടെയൊന്നുമല്ല, എന്തായാലും ഫോറസ്റ്റുകാരോ പോലീസുകാരോ വരുമ്പോഴേ കൂടെ അങ്ങ് പോയിക്കൊള്ളാം, ഞങ്ങളെയൊന്നും കൂട്ടാൻ നിൽക്കില്ല, താൻ തന്നെയാണ് ആ തേൻ ശേഖരിച്ച് ഉൾക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അതും തേൻ കിട്ടാതെ ഇല്ലാതെയാണ് അത് അത്രയും ഒപ്പിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്, എന്നിട്ടും അത് നിറച്ചതൊക്കെ താൻ തന്നെയാണ്, പിന്നെ ഇവിടെ ഒരാളെയും കൂട്ടുപിടിക്കേണ്ട, അതിന് വേഗം പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ അമൽ പറഞ്ഞ് നമ്മുടെ വേലുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വേലു ആകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മൂപ്പൻ പറയാണ്, ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചു, ഒരു പിടുത്തവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈശ്വര, പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമല്ല, നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് കഴിച്ചിട്ട് ഒരാൾക്കൊരു അപകടം ഉണ്ടായില്ലേ, അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഇതെങ്ങനെ സംഭവിച്ചു, അപ്പം ഞാൻ ഇതിനു മുമ്പ് തേൻ കൊടുത്തിട്ടുള്ളതല്ലേ മാമ എന്ന് പറയുന്നുണ്ട്. അതെ, നീ ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ളതാണ്, നീ എന്തിനാ അവരിങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്, നിനക്ക് പോകുമ്പോൾ കുറച്ച് കൂടുതൽ ഇനി കൊണ്ടുപോയാൽ പോരായിരുന്നു, ഇതിപ്പോൾ ഇവിടേക്ക് ആൾക്കാരെ വിളിച്ച് വരുത്തിയിട്ട് ഇപ്പോൾ ഒരു അപകടങ്ങൾ വരുത്തി വെക്കല്ലേ, എന്തായാലും നീ ഇതിൽ കരുതിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ വിനായകൻ, അതായത് ഗംഗ ജനലിൻ്റെ ഇടയിൽ കൂടെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ ഗംഗയുടെ അരികിലേക്കായിട്ട് ചെല്ലുകയാണ് അമലു. എന്നിട്ട് അമലു പറയുന്നുണ്ട്, കേട്ടായിരുന്നോ, അറിഞ്ഞായിരുന്നോ കാര്യങ്ങൾ, ഇവിടേക്ക് സാറ് വന്നിട്ടുണ്ടായിരുന്നില്ലേ തേൻ മേടിക്കാൻ, ആ സാറിൻ്റെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന് പറയുമ്പോൾ ഗംഗയുടെ മുഖത്ത് ഭയങ്കര പുഞ്ചിരി. അപ്പോൾ അത് നമ്മുടെ അമല് കാണുന്നില്ല. അപ്പോൾ ഗംഗ മനസ്സിൽ കരുതാൻ, അയാൾക്ക് മാത്രം അപകടം പറ്റുള്ളൂ, വേറെ ആരും കഴിച്ചില്ല, കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലങ്ങനെ വിനായകൻ കരുതുന്നുണ്ട്. അങ്ങനെ വിനായകൻ അശു എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുകയാണ്. അതെ, അത് അവൻ തന്നെയാണ്
അവനിപ്പോൾ വേറെ ശ്രദ്ധയൊന്നുമില്ല. അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളെ രണ്ടുപേരെയും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തെങ്കിലും തെറ്റുപറ്റി കാണും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അമൽ വീണ്ടും വേലുവിനെ കുറ്റപ്പെടുത്താണ്. എന്നിട്ട് പറയാണ്, അത് ഇവിടേക്ക് എന്തായാലും ഫോറസ്റ്റുകാരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ വിനായകേട്ടൻ മറിഞ്ഞു നിന്നോളണം കേട്ടോ. ഈ റൂമൊക്കെ എന്തായാലും അരിച്ചു പറക്കും. എവിടെ നിന്നാണ് വിഷം വന്നതെന്ന് അവർക്ക് അറിയണ്ടേ, ഏത് വിഷമാണെന്നൊക്കെ അവരെന്തായാലും കണ്ടുപിടിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ വിനായകൻ അങ്ങനെ തലകുലുക്കി സമ്മതിക്കുകയാണ്. അപ്പോൾ വിനായകനോട് പറയുന്നുണ്ട്, വിനായേട്ടാ, എന്തായാലും നമുക്ക് ഈ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് പോകേണ്ട സമയമായെന്ന് തോന്നുന്നു. ഈ കാട്ടിൽ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാകുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്. അത് ഊരുവിലക്കാണ്. പിന്നെ മൂപ്പൻ്റെ മകളാണ് ഞാൻ, മൂപ്പൻ തന്നെയായിരിക്കും ഊരുവിലക്ക് എന്നെ ഈ കാട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അതിന് ഇട കൊടുക്കരുത്, നമുക്ക് അതിനു മുമ്പ് ഇവിടെ നിന്നും പോകണം. എനിക്ക് ഈ എനിക്ക് എന്തായാലും അധികം വിദ്യാഭ്യാസം ഇല്ലെന്ന് അറിയാലോ വിനായകേട്ടന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പഠിച്ച ഒരാളിനെ കിട്ടാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ വിനായകേട്ടനെ സ്നേഹിച്ചതും. ഈ പറയുന്ന വേലുവിനൊന്നും ഒരു തരി വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇഷ്ടപ്പെടാത്തതും. പിന്നെ എനിക്ക് ചെറുതായിട്ട് വായിക്കാനും എഴുതാനൊക്കെ അറിയാൻ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വിനായകൻ ചിരിക്കുന്നുണ്ട്. വിനായകൻ മനസ്സിൽ നിന്നിട്ട് കരുതിയാണ്, എടി പെണ്ണെ, നീ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഈ കാട്ടിൽ നിന്ന് എനിക്ക് പോകേണ്ട സമയമായി തുടങ്ങി, അത് ഉടനെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ പുഞ്ചിരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കിരൺ അതായത് ഡോക്ടർ അരികിലേക്ക് ഓടി വരികയാണ്. ഡോക്ടർ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം റിസൾട്ട് കിട്ടി, മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിട്ടുള്ളത്. അതെന്തായാലും കാട്ടിലെങ്ങനെ വന്നു എന്ന് ഒരു പിടുത്തവുമില്ല. എന്തായാലും അന്വേഷണം ഉടനെ നടത്തിക്കോ, പോലീസ് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് പോലീസ് അന്വേഷണം നടത്തി അതെങ്ങനെ വന്നു എന്ന് അറിഞ്ഞോളൂ എന്ന് ഡോക്ടർ എങ്ങനെ നമ്മുടെ കിരണിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. ശരി സാർ എന്ന് പറയാം. അപ്പം അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഒരു തരിയല്ലേ ഉള്ളിൽ ചെന്നിട്ടുള്ളൂ, പക്ഷേ എന്തായാലും രക്ഷപ്പെടും, വേറെ പ്രശ്നമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട എന്ന് ഡോക്ടർ നമ്മുടെ കിരണിനോട് പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന വേലുവും അതുപോലെ മൂപ്പത്തെയും കൂടി ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഫോറസ്റ്റുകാർ അവിടേക്ക് വരുന്നത്. ഫോറസ്റ്റുകാരെ കണ്ടപാടെ തന്നെ വേലു പറയുന്നുണ്ട്, മാമ ദേ ഫോറസ്റ്റുകാർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വേലു അകത്തേക്ക് ഒളിക്കാൻ പോവാണ്. അപ്പോൾ മൂപ്പൻ പറയുന്നുണ്ട്, ഇടാ നിൽക്കടാ അവിടെ, നീ ഒളിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കില്ലേ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, നീ കള്ളനാണെന്ന് വിചാരിക്കും, നീ അവിടെ നിന്ന് ധൈര്യമായി നേരിട്, എന്തായാലും നിന്നെ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അകത്താണെങ്കിൽ വിനായകനും അമലും കൂടി പേടിച്ച് അങ്ങനെ ഈ ഫോറസ്റ്റുകാരെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Okay friends, bye. Thank you.